மக்களுக்குள் ஆசிரியமே பரிசிக்கும் சொன்னத்தை வீதியில் அதிகுதாலெന്നു ഞാൻ ചേർന്നിടുമോ ശുദ്ധ സ്തുതിക്കും കീഴേ ദൈവ മക്കൾക്കുൾ ആശ്രയമേ പരിഹസിക്കും സ്വർണ്ണത്തെ വീതിയിൽ അതികുതാലെന്നു ഞാൻ ചേർന്നിടുമോ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ചാലേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ചാലേ എന്നു ഞാൻ ചേർന്നിടുമോ പരിശുദ്ധനെ എന്നു ഞാൻ ചേർന്നിടുമോ പരിശുദ്ധനെ എന്നു ഞാൻ ചേർന്നിടുമോ പരിശുദ്ധനെ എന്നു ഞാൻ ചേർന്നിടുമോ മുക്തിയാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ തവമകത്തും കണ്ടിട്ടം കാനന്ദിപ്പാൻ മമതങ്ങൾ പാരം പ്രതീക്ഷിടുന്നേ മുക്തിയാൽ നിർമ്മിതമായുള്ള 12 ഗോപുരമേ തവമകത്തും കണ്ടിട്ടം കാനന്ദിപ്പാൻ മമതങ്ങൾ പാരം പ്രതീക്ഷിടുന്നേ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമി വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമി എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നു ഞാൻ ചേർന്നിടുമോ 5280 വേദവാക്യങ്ങൾ സമ്പത്തെക്കുറിച്ചാണ് അധികമായി എഴുതിയിട്ടുള്ളത്. ദൈവം തന്നെ അനേക കാര്യങ്ങൾ പഠിപ്പിച്ചതും പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ച അതെക്കാട്ടിലും കൂടുതൽ സമ്പത്തെക്കുറിച്ചാണ് ദൈവത്തിന്റെ വചനങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ടെന്ന് ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത്. അതേപോലെ കർത്താവിന്റെ ഉപമകൾ നമുക്കറിയാം. കർത്താവ് പറഞ്ഞ ഏകദേശം 38 ഉപമകളുണ്ട്. അതിൽ 14 ഉപമകൾ ദൈവത്തിന്റെ സമ്പത്തെക്കുറിച്ചാണ് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതാണ് അടിസ്ഥാനം. നമുക്കറിയാം ടൈറ്റ് എന്ന് പറയുമ്പോൾ TITHE എന്ന് ടൈറ്റ് വെച്ചത്. അപ്പൊ അതിന്റെ പ്രൊണൗൺസിയേഷൻ ഇംഗ്ലീഷ് എങ്ങനെ പറയുന്നത് ദ ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് ഹെവൻ എൻഡോഴ്സ്. ഇത് മലയാളത്തിൽ പറയാം സ്വർഗം അംഗീകരിക്കുന്ന നിക്ഷേപം. ദശാംശം എങ്ങനെയാണ്? സ്വർഗം അംഗീകരിക്കുന്ന നിക്ഷേപം. അത് മറക്കരുത്. അപ്പോൾ ബൈബിൾ പറഞ്ഞ 3 കാലഘട്ടങ്ങളാണ് നമ്മൾ ദശാംശത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. ഒന്ന്, നിയമത്തിന് മുൻപ്, കർത്താവ് നിയമം കൊടുക്കുന്നതിന് മുൻപുള്ള ഒരു കാര്യം. പിൻപ് നിയമത്തിന്റെ സമയത്തും പിൻപ് നിയമത്തിന്റെ ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. പറഞ്ഞ മനസ്സിലായ ദശാംശത്തെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈബിൾ എങ്ങനെയാണ്? നിയമത്തിന് മുൻപ്, അതായത് ദൈവം തന്റെ ഇസ്രായേൽ ജനത്തിന് കർത്താവ് നിയമം കൊടുക്കുന്നതിന് മുൻപ് ഉള്ള ഒരു കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ കർത്താവ് നിയമ സമയത്ത് കർത്താവ് എങ്ങനെയാണ് ദശാംശം എങ്ങനെ പ്രവൃത്തി എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ച കാര്യം. അടുത്തത് നിയമത്തിന് ശേഷമുള്ള കാര്യം. നിയമത്തിന് ശേഷം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു എന്ത് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കം ചെയ്ത് വീട്ടിലുണ്ടോ അതിനുശേഷമാണ് പുതിയ നിയമം തുടങ്ങുന്നത്. പറഞ്ഞത് മനസ്സിലായോ? വ്യക്തമായോ? ഓക്കെ, അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്? നിയമത്തിന് മുൻപ്, നിയമ സമയത്തും പിന്നെ നിയമത്തിന് ശേഷമുള്ള കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ 3 കാലഘട്ടങ്ങളാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നിയമത്തിന് മുൻപ് ഉള്ള കാലഘട്ടമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. നമുക്ക് വായിക്കാം. നിയമത്തിന് മുൻപ് പറയുമ്പോൾ അവര് ദശാംശം എങ്ങനെയാണ് കൊടുത്തത്? ദശാംശം അവര് സ്വമനസ്സോടെ അല്ലെങ്കിൽ തങ്ങളുടെ സ്വമേധയായി അവർ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ഇടയായി. മനസ്സിലായോ? ടൈറ്റ് വാസ് വോളണ്ടറി, അതായത് സ്വമേധയാ, അത് പറഞ്ഞിട്ടല്ല, ദൈവം കൽപ്പിച്ചിട്ടില്ല, സ്വമേധയായി അവര് ദശാംശം കൊടുക്കുവാൻ ഇടയായി. നമുക്ക് വായിക്കാൻ കഴിയും. ഉൽപ്പത്തി 14-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് വായിക്കാം. വായിച്ചപ്പോൾ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. അബ്രഹാമിന് കർത്താവ് പറഞ്ഞു,
ദശാംശം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ വായിക്കുമ്പോൾ ഇവിടെ വചനം വന്ന് സാലേം രാജാവാകിയ മെൽക്കിസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. ഈ മെൽക്കിസേദെക്കിനെ കുറിച്ച് നമ്മൾ ഈ 11 അധ്യായത്തിൽ മാത്രമേ കാണാൻ കഴിയും. അതിനുശേഷം നമുക്ക് പുതിയ നിയമത്തിൽ എബ്രായരുടെ പുസ്തകത്തിൽ ഈ മെൽക്കിസേദെക്കിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോ നമുക്കറിയാം ഈ ശാലേം രാജ എന്ന് പറയുമ്പോൾ സമാധാനത്തിന്റെ രാജാവാണ്. രണ്ടാമത് മെൽക്കിസേദെക്ക്, മിൽക്കി എന്ന് പറഞ്ഞാൽ രാജാവാണ്, സേദെക്ക് എന്ന് പറഞ്ഞാൽ നീതിയുടെ രാജാവാണ്. അപ്പോൾ ഈ നീതിയുടെ രാജാവ് എന്ത് ചെയ്തു? അബ്രഹാമിന് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. എപ്പോഴാണ് വീഞ്ഞും അപ്പവും കൊണ്ടുവന്ന് അറിയാമോ? അബ്രഹാം ഒരു യുദ്ധത്തിന് കടന്നുപോയി. ഒരു യുദ്ധം ജയിച്ച്, ഒരു യുദ്ധമല്ല, ഏകദേശം 5 രാജാക്കന്മാർക്ക് എതിരായി ഇദ്ദേഹം കടന്നുപോയി യുദ്ധം ചെയ്ത് സർവ്വതും വീണ്ടെടുത്ത് കൊണ്ടുവന്ന സമയത്താണ് ഈ മെൽക്കിസേദെക്ക് എന്ത് ചെയ്തു? അബ്രഹാം മുൻപിൽ എത്തുകയും അപ്പോൾ പറഞ്ഞ വാക്ക്, അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു, അവൻ അവനെ അനുഗ്രഹിച്ചു. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ച് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവൻ അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. അവൻ യുദ്ധത്തിന് കടന്നുപോയി വിജയിച്ച സകലത്തിലും അവൻ എന്ത് ചെയ്ത്? ദൈവത്തിന് ദശാംശം കൊടുത്തു. നമ്മൾ ഓർക്കണം, 5 രാജാക്കന്മാർ എതിരായി ഇദ്ദേഹം യുദ്ധത്തിന് കടന്നുപോയി. എത്ര പേർ കൊണ്ടുപോയി അറിയാമോ? യുദ്ധത്തിന് അബ്രഹാം കൊണ്ടുപോയ വ്യക്തി എത്ര പേർ അറിയാമോ? അബ്രഹാമിന്റെ ദാസന്മാർ എത്ര പേര്? 318 പേർ മാത്രമേ അവർക്കുണ്ടായിരുന്നു. അബ്രഹാമിന്റെ വേലക്കാരാണ്. അതേസമയം അവൻ യുദ്ധത്തിന് വേണ്ടി അവരെ അതിനുവേണ്ടി അതിനുവേണ്ടി ട്രെയിനിങ് കൊടുത്ത വ്യക്തിയായിരുന്നു. നമുക്കറിയാം, ഈ 318 പേർ കൊണ്ട് 5 രാജാക്കന്മാരെതിരായി യുദ്ധത്തിന് കടന്നുപോയാൽ നമുക്ക് ജയിക്കാൻ കഴിയുമോ? ആ യുദ്ധത്തെ ജയിക്കുവാൻ സഹായിച്ച് ദൈവം സഹായിച്ചു. അതുകൊണ്ടാണ് വചനം പറയുന്നത് എന്താണ്? നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആൾ പറയുന്നത്, ദൈവം പറയുന്നത്. ഈ മെൽക്കിസേദെക്ക് പറയുമ്പോൾ, പുരോഹിതൻ പറയുമ്പോൾ ഇദ്ദേഹം ദൈവമാണ്. വചനം പറഞ്ഞത്, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു. അപ്പോൾ താൻ കടന്നുപോയി യുദ്ധം ജയിച്ചത് തന്റെ ബലം കൊണ്ടല്ല, തന്റെ മിടുക്ക് കൊണ്ടല്ല, ദൈവം തന്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവം ആ യുദ്ധത്തിനെ ജയിക്കുവാൻ ദൈവം സഹായിച്ചു. അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം കൊണ്ടുവന്ന സകലത്തിലും ദശാംശം കൊടുക്കുവാൻ ഇടയായി. അപ്പോൾ പഴയ നിയമത്തിൽ നടന്ന സംഭവങ്ങൾ ഈ എബ്രായർ എഴുതിയ ലേഖനത്തിൽ എഴുതിയ വ്യക്തി പറയുന്നുണ്ട്. മെൽക്കിസേദെക്ക് ആരാണ്? മെൽക്കിസേദെക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. യുദ്ധം കഴിഞ്ഞ് വരുന്ന അബ്രഹാമിനെ എതിരേറ്റാണ് ഈ മെൽക്കിസേദെക്ക് എന്ന ദൈവപുത്രൻ അബ്രഹാമിനെ അനുഗ്രഹിക്കുവാൻ ഇടയായി. വചനം പറയുന്നതാണ്, അദ്ദേഹത്തിന് പിതാവുമില്ല, മാതാവുമില്ല, വംശാവഴിയുമില്ല, ജീവ ആരംഭവും ജീവ അവസാനവുമില്ല, അവൻ ദൈവപുത്രൻ തുല്യമായി എന്നേക്കും പുരോഹിതനായി നിൽക്കുന്നു. ഇവൻ എത്ര മകാൻ എന്ന് നോക്കിയിട്ട് ഗോത്ര പിതാവായി അബ്രഹാം കൂടെയും അവർ കൊള്ളയുടെ വിശേഷ സ്ഥാനങ്ങളിൽ 10 കൊടുത്തുവല്ലോ. ആദ്യം അബ്രഹാമാണ് കൊടുത്തത്, ദശാംശം കൊടുത്തത്. എങ്ങനെയാണ്? 10 പങ്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ഇടയായി. ഇത് കാണിക്കുന്നത് ഒന്നുമല്ല, എന്റെ കഴിവ് കൊണ്ടല്ല ഞാൻ ഈ യുദ്ധം ജയിച്ചത്, ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കൃപയാണെന്ന് ഓർത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ദൈവത്തിന് വേണ്ടി കൊടുത്ത് 10 കൊടുക്കുവാൻ ഇടയായി. ഇത് നിയമത്തിന് മുൻപ് നടന്ന സംഭവമാണ്.